വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ. ആവശ്യമുള്ള പിള്ളേരുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരുത്തനും പറഞ്ഞനുസരിക്കില്ല. ക്ലാസ്സിൽ കയറാ. എടാ അവിടെ നിന്ന് കറങ്ങാതെ ക്ലാസ്സിൽ കയറാൻ. എന്താ സുമതി ടീച്ചറെ മുഖത്തൊരു വിഷമം? ഒന്നും പറയണ്ടെന്റെ സാറേ, ഇപ്പോഴത്തെ കുരുത്തം കേട്ട പിള്ളേര് കാരണം സ്കൂളിലും കോളേജിലും പഠിപ്പിക്കാൻ വരാൻ തന്നെ പേടിയാ. അതെന്താ ടീച്ചറെ? പ്രേമം സിനിമ ഇറങ്ങിയ പിന്നെ ഇവന്മാർക്കൊക്കെ ഇപ്പൊ ടീച്ചർമാരോട് പ്രേമല്ലേ? അത് ശരിയാ. ഒരു കറുത്ത ഷർട്ടും വെള്ളമുണ്ടും കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ വിചാരം നിവിൻ പോളിയാണെന്നാ. അതിൽ ഏറ്റവും പ്രശ്നക്കാരൻ ആ 5Bയിൽ പഠിക്കുന്ന സുമേഷ. അയ്യോ ദേ വരുന്നവൻ. വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്. ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട തക്കിട്ട മേളമടിക്കണ്. കയ്യും കാലും വിറവറയ്ക്കണ്, പെട്ടപ്പെട്ടയ്ക്കണ്, തുട്ടി തുട്ടിക്കണ്. എന്തോന്നാടാ ഇത്? ഒരു ടോർച്ചിന്റെ അത്രേ ഉള്ളു. അവൻ ജോർജ് എന്ന്. അതെ, ലുക്കിലല്ല വർക്കിലാണ് സാറേ കാര്യം. എന്തോന്ന് കോലോടാ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ല? ഞാനാണ് പ്രേമം സിനിമയിലെ നിവിൻ പോളി. ഇത് കണ്ടിട്ട് നിവിന് പോളിയോ ബാധിച്ച പോലെ ഉണ്ടല്ലോ. അങ്ങനെ ആക്കൊന്നും വേണ്ടട്ടോ സാറേ. അവനോട് മറ്റേ കാര്യം അങ്ങോട്ട് ചോദിക്ക്. ചോദിക്കാം. നീ മഞ്ജു ടീച്ചറിന്റെ മുഖത്ത് നോക്കി എന്തോന്നാടാ പറഞ്ഞത്? ഞാൻ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞത് പച്ച കള്ളമാണ് സാറേ. ഞാൻ നോക്കിയാ മാക്സിമം മുട്ട് വരെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ടീച്ചറോടൊന്നും പറഞ്ഞിട്ടില്ല, പാടിയിട്ടേ ഉള്ളൂ. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടെന്നരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ. പിന്നെ സാറിനൊരു കാര്യം അറിയോ? ഈ ടീച്ചർ സ്കൂളിൽ വരുന്നോണ്ടാ ഞാൻ ഡെയിലി ക്ലാസ്സിൽ വരുന്നത്. ഞാനും. അപ്പൂപ്പൻ എന്തിനാണ് സാറേ ആപ്പിളിന്റെ ഐഫോൺ? സാറേ എന്നാ ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ? വേണ്ട, അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. സാറിന്റെ അച്ഛനെ വിളിച്ചോണ്ടല്ലേ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് മതി ക്ലാസ്സിൽ കയറുന്നത്. അതിന് ഞാൻ എന്റെ അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ദാ വരുന്ന എന്റെ അച്ഛൻ. തിരിച്ചെത്തുമോ വത്സ നാം കൊതിച്ചിടുമാ സൽസ, പിഴയ്ക്കുന്നൊരു വഴിക്കണ്ണുമായി കാഞ്ഞേ പോകാ. അറിഞ്ഞിടുമോ കൃഷ്ണ നീ അടക്കിടുകി തൃഷ്ണ, കൊടുംവേനലിൽ ഇളം വാഴ പോൽ വാടി തൂങ്ങുന്നേ. നമസ്കാരം, ഞാൻ ഇവന്റെ അച്ഛൻ ലോലൻ പിപ്പി. വല പീപ്പിയാ? നോ നോ നോ, ലോലൻ പിപ്പി. ഹേ മിസ്റ്റർ, നിങ്ങൾ വെള്ളം അടിച്ചിട്ടാണോ സ്കൂളിൽ വന്നിരിക്കുന്നത്? ഫുൾ ടാങ്ക് വെള്ളം അടിച്ചോണ്ട് ഇവിടെ ഫയർഫോഴ്സ് വരുന്നതിൽ കുഴപ്പമില്ല, ഞാനൊരല്പം വെള്ളം അടിച്ചോണ്ട് വരുന്നതില്ല കുഴപ്പം. ആരാ ഇത്? ഇതെന്റെ ടീച്ചറാ, കണക്ക്. അത് കണ്ടപ്പോഴേ മനസ്സിലായി കണക്കാന്ന്. ഹലോ, ഇതുവന്റെ കണക്ക് ടീച്ചർ എന്നാ പറഞ്ഞത്. ഹേയ്, അത് പറയാൻ നിങ്ങളാരാ? ഞാൻ എച്ച്.എം. എംഎച്ചായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അതിരിക്കട്ടെ, എന്നോട് എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? ഹേ മിസ്റ്റർ, നിങ്ങളുടെ മകൻ ഇവിടെ ചെയ്ത മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സാറേ, എന്നെക്കാട്ടിലും വലിയ മണ്ടനാ അച്ഛൻ. അതെ അതെ, ഞാൻ കാണിച്ച ആദ്യത്തെ മണ്ടത്തരമാണ് ഈ നിൽക്കുന്ന സാധനം. അതെ, ഇവനുണ്ടല്ലോ എന്റെ പുറകെ മലരാന്നും പറഞ്ഞ് പാട്ടുപാടി നടക്കുക ഈ ചെക്കൻ. ആകപ്പാടെ അവിലിന്റെ അത്രയുള്ള ഇവൻ മലരിന്റെ പുറകെ നടന്നു. നിനക്ക് മലരിനെയും കുളിരിനെയും കണ്ടാ തിരിച്ചറിയില്ലടാ. നീ വീട്ടിലോട്ട് വാടാ മലരേ. അച്ചോ, ഈ മലര് പാട്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റല്ലോ ഇത്. നീ എന്താടാ ഇങ്ങനെ ആയി പോയത്? അതെ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പനി നന്നായാലേ പ്രോഡക്റ്റ് നന്നാവത്തുള്ളൂ. ഇപ്പൊ തന്നെ നോക്ക്, ഇന്ന് യൂണിഫോം ഇടേണ്ട ദിവസം. ഈ ചെറുക്കൻ ഇന്ന് യൂണിഫോം ഇടാതെ അല്ലേ വന്നിരിക്കുന്നത്? ഏയ്, അത് പ്രശ്നമാക്കണ്ട. അതെ, യൂണിഫോമും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നേ. പിടിച്ചോ. എന്തോന്നാടാ ഇത്? ഷർട്ടിന്റെ സ്ഥാനത്ത് പാന്റും പാന്റിന്റെ സ്ഥാനത്ത് ഷർട്ടും തുന്നി വെച്ചേക്കുന്നു. എടാ, ഇത് വിട്ടോണ്ട് ഇവൻ എങ്ങനെ അസംബ്ലിക്ക് നിൽക്കും? അത് പ്രശ്നമാക്കണ്ട, അസംബ്ലിയിൽ ഇവൻ തലയും കുത്തി നിന്നോളൂ. ഇവൻ ഒരു വക പഠിക്കത്തില്ല, എന്ത് ചോദിച്ചാലും അറിയില്ല. ഉദാഹരണത്തിന് വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയത് എവിടെയെന്ന് ചോദിച്ചിട്ട് അവൻ അറിയത്തില്ല. എനിക്കറിയാം, അടുക്കളയിലല്ലേ. അടുക്കളയിലോ? ആ, വാസുന്റെ അമ്മ കപ്പ പുഴുങ്ങിയത് അടുക്കളയിലല്ലേ. കണ്ട, അത് പോട്ടെ. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാടാ? അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ചന്ദനമഴ സീരിയലിലെ അമൃത. അമൃതേ? ആ, കരയുന്ന ഏറ്റവും വലിയ ജീവി ചന്ദനമഴയിലെ അമൃതയല്ലേ.
ഇത് അതിനേക്കാളും കഷ്ടം. എടോ, അക്ബറിന്റെ കാലഘട്ടത്തെ കുറിച്ച് ചോദിച്ചപ്പോഴേ ഇവൻ അറിയില്ലെന്ന്. എനിക്കറിയില്ല. ഓ, ഈടാ 9ാമത്തെ പേജിൽ അക്ബർ ചക്രവർത്തിയുടെ ഫോട്ടോയുടെ താഴെ എഴുതി വെച്ചിട്ടില്ലേ AD 1556, AD 1638. അത് അക്ബറിന്റെ കാലഘട്ടമായിരുന്നു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരന്റെ വാട്സാപ്പ് നമ്പർ ആയിരിക്കും. നിങ്ങൾ വല്ല അറിഞ്ഞോ? ഇവ കഴിഞ്ഞ ഒരാഴ്ചയായി ക്ലാസ്സിൽ വരുന്നില്ല. ഇവ എന്തിനാ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ. പഠിക്കുന്നെന്തിനാ? പരീക്ഷ എഴുതാൻ. ഈ തവണ ഓണത്തിന് പരീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്തിനാ അവൻ ഡെയിലി സ്കൂളിൽ വരുന്നത്? പശുവിന് പുല്ല് പറിക്കാനോ? അത് ഓണം നേരത്തെ വന്നോണ്ടല്ലേ. ആണോ? അതെ, എല്ലാ വർഷവും ഡിസംബർ 25-നാണ് ക്രിസ്മസ്. അതിനി നേരത്തെ കയറി വന്നെന്നൊന്നും പറഞ്ഞേക്കരുതേ. ആ, ഞാൻ യുവജനോത്സവത്തിൽ പാട്ട് പാടിയപ്പോ എന്തിനാ എന്നെ സ്റ്റേജിൽ കല്ലെടുത്തെറിഞ്ഞെന്ന് ചോദിക്കാച്ചാ. എന്തിനാ എന്റെ മോനെ കല്ലെടുത്തെറിഞ്ഞത്? പറയൂ. എടോ, താൻ ഇവന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഒന്ന് പാടി കേൾപ്പിച്ചു വിടറാ. കുലുക്കിത്തക്കടി, കുലുക്കിത്തക്കടാ, കുലുക്കിത്തക്കടി, കുലുക്കിത്തക്കടാ. ഹു, അപ്പൊ കല്ല് വന്നതല്ല, നീ വരുത്തിച്ചതാണല്ലേ? ദേ, ഈ കുരുത്തം കെട്ട ചെറുക്കനുണ്ടല്ലോ, ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനോട് ഉമ്മ ചോദിച്ചു. ഇത് ശരിയാണോ? ഉമ്മ ചോദിച്ചപ്പോ അവള് ചേട്ടാ തരാ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ തന്നു. ദാ നോക്ക്. എവിടെ? ശരിയാ, ചേട്ടാ തരാം, ആരോടും പറയരുത്. എടാ മിടുക്കാ. ഇങ്ങടുത്ത്. എടോ, ഇത് ചേട്ടാ തരാം ആരോടും പറയരുതെന്നല്ല, പിന്നെ ചെറ്റത്തരം ആരോടും പറയരുതെന്നാ എഴുതിയിരിക്കുന്നെ. അല്ല സാറ് കണ്ണാടി എടുത്തില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങ്. എന്റെ സാറേ, ഇവനൊക്കെ നന്നാവണമെങ്കിൽ ഞങ്ങൾ ടീച്ചർമാർ ഇവന്റെയൊക്കെ വീട്ടിൽ പോയിരുന്ന് കൂടെ ഇരുന്ന് പഠിപ്പിച്ചാല് ഇവനൊക്കെ പഠിക്കുള്ളൂ. അവസാനം വാട്സാപ്പിൽ വീഡിയോ ഇറങ്ങുമ്പോഴേ ടീച്ചർമാരും പഠിക്കത്തുള്ളൂ. വെറുതെ കേടാ. അതെ, ടീച്ചറിന്റെ കല്യാണമൊന്നും ആയില്ലേ? എന്നെ പെണ്ണ് കാണാൻ പ്രേമ സിനിമയിലെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന പോലുള്ള തിരക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല, ആരും വരുന്നില്ല. അത് ടീച്ചറുടെ കുഴപ്പമില്ല. ഈ സെൻസർ കോപ്പി ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ടിക്കറ്റ് എടുത്ത് കാണാൻ ആരും ഉണ്ടാവില്ല. മിസ്റ്റർ, ഈ ടീച്ചറെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്തുവാ? ഈ ടീച്ചറെ ഈ സ്കൂളിന്റെ അഭിമാനമാണ്. പക്ഷെ ഈ നിൽപ്പ് സ്കൂളിന് അപമാനമാണ്. കള്ളു കുടിച്ചോണ്ട് നിങ്ങൾ ഇങ്ങനെ വഷളത്തിന് മാത്രം പറയരുത്. അത് ശരിയാ, ഇവനെ പോലുള്ളവന്മാരുടെ ഒടുക്കത്തെ കുടികാരണമാ കേരളത്തിലെ എല്ലാ ബാറും പൂട്ടിയത്. ഈടാ, നീയൊക്കെ ഇനി എവിടെ പോയി കുടിക്കുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. എന്റെ സാറേ, കേരളത്തിൽ കല്യാണം നിരോധിച്ചു എന്ന് കരുതി ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവിക്കാതിരിക്കുവോ? ഞാൻ പറയുന്നത് ഇവന്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കൂടി മദ്യപിക്കണം. പൊന്നോ, സ്വയബോധത്തിലെ ഇവറ്റകളെയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇനി മദ്യപാനം കൂടെ ഉണ്ടെങ്കിലോ? ഓ എടോ, തന്റെ ഭാര്യ വന്ന് എന്റെ അടുത്തൊരു പരാതി പറഞ്ഞു. എന്തു പറഞ്ഞു? അവര് പശുവിനെ മേടിക്കാൻ പറ്റുന്ന കാശെടുത്ത് ഇയാള് പുതിയ മൊബൈൽ ഫോൺ മേടിച്ചെന്ന്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, മൊബൈൽ വാങ്ങാതെ പശുവിനെ വാങ്ങാം. അപ്പൊ പിന്നെ ഞാൻ പശുവിന്റെ ഏതു വഴി ഫേസ്ബുക്കിൽ കയറും, ഏതിലെ കൂടെ വാട്സപ്പിൽ കയറും. അതും കൂടെ ഒന്ന് പറഞ്ഞതാ, മൊബൈല് വാങ്ങണ്ട പോലും. ഈ കുടിയന്മാരെ കൊണ്ട് ഈടോ, താനൊക്കെ കുടിച്ചു കളയുന്ന പൈസ ഉണ്ടെങ്കിലേ ഒരു ബെൻസ് കാർ മേടിക്കാമായിരുന്നു. ഒരു ബെൻസ് കാറ്. അത് ശരി, സാറ് കുടിക്കോ? ഞാൻ കുടിക്കൂല. സാറിന് ബെൻസ് കാറുണ്ടാ? എനിക്കില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ വർത്താനം പറയരുത് കേട്ടാ. എടോ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരൊറ്റ കുടിയന്മാർക്കും വിദ്യാഭ്യാസമില്ല. എന്താ വിദ്യാഭ്യാസമില്ല? അങ്ങനെ പറയരുത്. ഞങ്ങൾ കുടിയന്മാരാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. കുടിക്കാൻ നടക്കുന്ന നിങ്ങൾ എപ്പോഴോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. കുടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇംഗ്ലീഷ് വാക്ക് സംസാരിക്കും. ബിവറേജ് ഇംഗ്ലീഷ് വാക്കല്ലേ? ഇനിതേ വരുന്നു. ഷെയർ, ക്യൂ, ബില്ല്, ക്വാർട്ടർ, പൈന്റ്, ഫുള്ള്, ഡിസ്പോസിബിൾ ഗ്ലാസ്, സോഡ, പെഗ്, ടച്ചിങ്സ്, ചിയേഴ്സ്, ഫിറ്റ്, ഒമിറ്റിംഗ്, സ്ലീപ്പിംഗ്, ഏർലി മോർണിംഗ്, ഹാങ് ഓവർ. ഇത്ര ഇംഗ്ലീഷ് വാക്ക് ആരാ ഡെയിലി പറയുന്നത്? പറയൂ സാറേ, ഇയാളോട് സംസാരിക്കാൻ വരട്ടെ. ആദ്യം ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അതെ, ഇന്നലെ ടെസ്റ്റ് പേപ്പർ ഇടുവെന്ന് അറിഞ്ഞിട്ട് ഇവനെ ക്ലാസ്സിൽ വന്നില്ല. ഇപ്പൊ അവന് വേണ്ടി ഞങ്ങൾ ടെസ്റ്റ് പേപ്പർ ഇടും. ഈ ടെസ്റ്റ് പേപ്പർ വിജയിച്ചില്ലെങ്കിൽ അച്ഛനോടൊപ്പം മോനും കൂടെ വീട്ടിൽ പോവാം. വാ ടീച്ചറെ, വാടാ. ഇങ്ങോട്ട് വന്നേ. ടെസ്റ്റ് പേപ്പർ എഴുതാൻ നിനക്ക് വല്ലതും അറിയോ? എനിക്കെല്ലാം അറിയാച്ചാ. ഇന്നലത്തെ ടെസ്റ്റ് പേപ്പറിന് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, കൂട്ടുകാരനെ കുറിച്ച് എഴുതാം. ഓ, കൂട്ടുകാരനെ കുറിച്ച് എഴുതാൻ നിനക്ക് അറിയോ? ഇതൊക്കെ ഞാൻ പച്ചവെള്ളം പോലെ പഠിച്ചതാണച്ചാ. എന്നാ പറഞ്ഞേ. എനിക്ക് കുറെ കൂട്ടുകാരന്മാരുണ്ട്. അവരെല്ലാം ദിവസവും വീട്ടിൽ വരാറുണ്ട്. അവരിൽ രാമു എന്ന കൂട്ടുകാരനാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ എഴുതിയ പോരെ? മതി മോനെ മതി, നീ കലക്കും. അച്ഛന്റെ മോന. ചെല്ല് ചെല്ല് മോനെ, എല്ലാം നീ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതന്നെ. ഓക്കേ അച്ഛാ.
ദൈവമേ, ടെസ്റ്റ് പേപ്പർ എഴുതുന്ന അവനും ബിവറേജിൽ ക്യൂ നിൽക്കുന്ന എനിക്കും ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഫുള്ള് കിട്ടണേന്ന്. അതെ, ആ. മോന്റെ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞു. ഓ, ഹോ, ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി. എന്തേ? നിങ്ങളൊക്കെ നല്ല ഡീസന്റ് കുടുംബമാണെന്ന്. ആ, അത് മനസ്സിലായല്ലോ. ഞാൻ ഇവനോട് ചോദിച്ചത് ഇവന്റെ അച്ഛനെ കുറിച്ച് എഴുതാനാണ്. എന്നിട്ട് ഇവ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയാമോ? നീ എന്താണ് എഴുതിയത്? കൂട്ടുകാരനെ കുറിച്ചല്ലേ ഞാൻ പഠിച്ചു വെച്ചിരുന്നത്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എഴുതി. എങ്ങനെ എഴുതി? എനിക്ക് കുറെ അച്ഛന്മാരുണ്ട്. അവരെല്ലാം ദിവസവും വീട്ടിൽ വരാറുണ്ട്. അവരിൽ രാമു എന്ന അച്ഛനെയാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. ഇത് ശരിയല്ലേ അച്ഛാ? ഹോ, ദൈവമേ, ഇതിനേക്കാളും നല്ലത് അന്ന് ഞാൻ ഒരു സെക്കൻഡ് ഷോക്ക് പോയാ മതിയായിരുന്നേ.